യൂത്തന്മാർക്കോ കോൺഗ്രസിനോ സംഘികൾക്കോ സമരം ചെയ്യേണ്ടാത്ത ഒരു ജനകീയ പ്രശ്നം തലസ്ഥാനത്തുണ്ടായി. തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസ് കുത്തനെ ഉയർത്തി. എവിടെയെങ്കിലുമൊക്കെ വാർത്ത നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ജനങ്ങളുടെ പ്രതികരണം എടുക്കുന്നുണ്ടോ? കേരളത്തിലെ മാപ്രകൾക്കും കോൺഗ്രസിനും സംഘികൾക്കും യൂത്തന്മാർക്കെല്ലാം അക്കാര്യത്തിൽ ഒരേ മനസ്സാണ്. പക്ഷേ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആ പ്രശ്നത്തിൽ DYFI പരസ്യ പ്രതിഷേധവുമായി ഇന്ന് തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി. വാർത്ത കണ്ടോ? വാർത്ത ചിലപ്പോൾ കാണിച്ചു എന്ന തലത്തിൽ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ റെയിൽവേയുടെ കൊള്ളയെക്കുറിച്ച് ചർച്ചയേയില്ല. അത്തരം വാർത്തകൾ കേട്ട ഭാവവുമില്ല. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടന ആരാണെന്ന് ചോദിച്ചാൽ ആ സമരം കൃത്യമായി തെളിയിക്കുന്നുണ്ട്. തിരുവനന്തപുരം DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ റെയിൽവേ ഡിവിഷണൽ ഓഫീസ് മാനേജറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം നടത്തി. റീൽസ് കുട്ടപ്പന്മാർക്ക് ഇത്തരം സമരം ചിലപ്പോൾ ശരീരത്തിൽ കേടുപാട് പറ്റിക്കും. അതുകൊണ്ട് ഇത്തരം സമരങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ജനങ്ങളിൽ നിന്ന് പോകുന്നതെല്ലാം ഞങ്ങളുടെ തന്നെ കുടുംബക്കാരായിട്ടുള്ള മറ്റൊരു വിഭാഗക്കാർ കൊണ്ടുപോകുന്നതല്ലേ, അത് കൊണ്ടുപോയിക്കോട്ടെ. അതുകൊണ്ട് പരസ്പര പൂരകങ്ങളായി ആ വിഷയത്തിൽ വായ് തുറക്കാതിരിക്കുകയാണ്. പക്ഷേ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വിഷയത്തിൽ ആരാണ് ഉടനടി ഇടപെടുന്നതെന്നും ആ വിഷയത്തിൽ പ്രതിഷേധം നടത്താനോ ശബ്ദമുയർത്താനോ ആരാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ ഈ കരാർ കഴിഞ്ഞ ദിവസം പരിശോധിക്കാത്ത ഒരു അന്വേഷണം വെച്ച് പരിശ്രമമാണ് സാധിക്കുന്നത്. ഇതാ കരാർ, പഴയ കരാർ നിലവിൽ നിൽക്കുന്നു. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്താണ് ആ കരാർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ വർധനം വർദ്ധിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്കിത് കുറയ്ക്കാം, ഇത് കുറച്ചേ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ പഠനം നടത്താത്തത് ഇത്രയും വർധനം എവിടെയെങ്കിലും വരൂ, ഏതെങ്കിലും നാട്ടിൽ നടക്കുമോ? ഇവിടെ ഏറ്റവും കൂടുതൽ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുമാനം കിട്ടുന്നു. നിങ്ങൾക്ക് ഈ ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നു. ഇത്രയും വർധനമില്ല സാർ. നമ്മൾ പാലക്കാട് ഡിവിഷനിൽ ഷൊർണൂരിലെ എവിടെ കിടക്കുന്ന കേരള ഇന്ത്യ നമ്മൾ മൊത്തത്തിലാണ് നമ്മൾ ഏതെങ്കിലും നിലയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ചെറിയ വർധനമല്ല. നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾക്ക് ഫ്രീ സർവീസാണ്. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഫ്രീ സർവീസാണ്. സാധാരണക്കാർ ഡെയിലി പോയി വരുന്ന ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ഒട്ടനവധി ആളുകൾ മറ്റു ജില്ലയ്ക്ക് കൂലിപ്പണിക്ക് എല്ലാ ആളുകൾ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. അവരൊക്കെ ഇവിടെ വണ്ടി കൊണ്ട് മറ്റു കാര്യങ്ങൾക്ക് പോകുന്നവർ, പഠനാവശ്യത്തിന് പോകുന്നവരുണ്ട്. അവരെങ്ങനെയാണ് സാധാരണക്കാർ സ്റ്റൈബൻഡ് കൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർ വലിയ ബുദ്ധിമുട്ട് ഞങ്ങളോട് പറയാം. 2 ദിവസം ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ കുറയ്ക്കുമെന്ന് വെച്ചു? നിങ്ങൾ മനസാക്ഷി ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് മനസാക്ഷി ഇല്ല. ഇത് കുറച്ചേ പറ്റുള്ളൂ. കുറയ്ക്കാതെ നമുക്കിവിടുന്ന് പോകാൻ പറ്റൂല. ഇത് കുറയ്ക്കാതെ നമുക്കിവിടുന്ന് ഇടിച്ചു പോകാനും പറ്റില്ല. സാധാരണക്കാരെ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യവുമില്ലാതെ ഒരു കരാർ നിലനിൽക്കെ ഈ പൊള്ളയായ വർധന ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ വേണ്ടി പറ്റുന്നത്? ഒരു കോൺട്രാക്ട് ഒരു കാലത്ത് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഒരു കോൺട്രാക്ട് നിലനിൽക്കെ ആ കോൺട്രാക്ട് നിലനിൽക്കെ കൊണ്ട് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ആ കോൺട്രാക്ട് കാലാവധി കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ എടുത്ത ആളുടെ കോൺട്രാക്ട് ആകെ 2-3 മാസമായല്ലേ ഉള്ള ആൾ കോൺട്രാക്ട് എടുത്തിട്ട്. ആ കോൺട്രാക്ട് എടുത്ത് ആ കാലം കഴിയും മുമ്പ് നിങ്ങൾ വർദ്ധിപ്പിക്കുകയല്ലേ? ആ എഗ്രിമെന്റ് എങ്ങനെയാണ് ആ കോൺട്രാക്ട്? കരാറുകാരൻ നിങ്ങൾ സഹായിക്കില്ലേ? വലിയ ലാഭം കിട്ടില്ലേ? 200 രൂപ എന്നുള്ളത് 400 രൂപ. അത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? മറുപടി പറയും.
നിങ്ങൾ എന്തെങ്കിലും അതെന്ത് ഫെസിലിറ്റി കൂട്ടി കൊടുത്താ അവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്നോ അല്ല കെട്ടി ഇല്ല ഇവിടെ കെട്ടില്ല ഒരു കാര്യം മേൽക്കൂര കെട്ടിയിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാം. അവിടെ വെക്കുന്ന വണ്ടികൾക്ക് സേഫ്റ്റി വേണം. പെട്രോൾ ഓരോ നമ്പർ ചെയ്യാം പാലക്കാട് ഇവിടെ നമുക്ക് ഒരിടത്തും കമ്പയറിംഗ് ഒന്നുമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഇത് കമ്മിറ്റി പോയി കമ്മിറ്റിയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു മിനിറ്റ് ട്രെയിനിൽ എന്ത് ചെയ്യാൻ എന്താ ഇഷ്യൂ? റെയിൽവേയിലെ ഫീസ് വർധനവിൽ ഞങ്ങൾക്ക് അതിയായ പ്രശ്നമുണ്ട്. സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ്. അത് കുറച്ചേ പറ്റുള്ളൂ. കുറയ്ക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയായ സമീപനമാണ്. നിങ്ങൾ ഏതാ ഇഷ്യൂസ് പറയാം. നമ്മൾ കണ്ടിട്ട് ഇന്ന ഇഷ്യൂസ് ആണ് നമ്മളിത് കല്യാണത്തിന് വന്നതല്ല. ഇത് കല്യാണത്തിന് വന്ന നല്ല കല്യാണത്തിന് വന്നതല്ല. ട്രെയിൻ സുഖസൗകര്യമായി തേർഡ് എ സിയിലോ നിങ്ങൾ സെക്കൻഡ് എ സിയിലോ ഏതോ നിങ്ങൾ സഞ്ചരിക്കുന്നു. സാധാരണക്കാർക്കാണ് പ്രശ്നം. ടൂ വീലർ വെച്ചില്ല. ഞങ്ങളുടെ വിദ്യാർത്ഥികളുണ്ട്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. ജനങ്ങളുടെ ഇഷ്യൂസ് പറയണോ? നമ്മളെല്ലാം അറിയുന്നില്ല. എക്സാമിൻ ചെയ്യാം. എക്സാമിന് നിങ്ങൾ ഞങ്ങൾക്ക് എഴുതി തരണം. എത്ര ദിവസത്തിന് നേരത്തെ ചോദിച്ചല്ലോ നിങ്ങൾ ഒരു റിക്വസ്റ്റ് പോലും കൊടുക്കാതെ ഇവിടെ വന്നു ചോദിച്ചല്ലോ. നിങ്ങൾ ആരെടുത്ത് ചോദിച്ചിട്ടാണ് 200-400 രൂപ? അതെന്താണ്? അതെന്താ ചോദിക്കാൻ കാര്യം? പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, ജനകീയ പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് താല്പര്യമില്ല. കേരളത്തിലെ മീഡിയകൾ ഓരോ ദിവസം സൃഷ്ടിച്ചു കൊടുക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിനെ തലയിലേറ്റിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കണം, ഞങ്ങൾക്കത് കട്ട് ചെയ്ത് റീൽസ് ആക്കണം. ഈ രണ്ട് കച്ചവടം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ സമരം ചെയ്യാൻ ഇപ്പോഴും ഒരു സംഘടനയേ ഉള്ളൂ. മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുന്ന ഡിവൈഎഫ്ഐയും ഇടതുപക്ഷവും. ആ സമരത്തിന് ചെന്നവരെയാണ് റെയിൽവേ പോലീസിലെ ചില സംഘികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. ആ കയ്യേറ്റം കൊണ്ടൊന്നും പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല. ശക്തമായിട്ട് തന്നെ റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ അവർ കുത്തിയിരുന്നു, അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി. ഇതൊക്കെയല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടത്. പക്ഷേ ഇതിനൊന്നും അവരെ കാണാനും കിട്ടില്ല, അതിന് ടൈമും ഇല്ല. ഇതൊക്കെ ചെയ്താൽ നമുക്ക് കേസ് വരും. പിന്നെ കുടുംബത്തിനകത്തുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. നമ്മൾ മാറിയാൽ അവർ മാറിയാൽ നമ്മൾ എന്ന രീതിയിൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെ നമ്മൾ അനിഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ചെയ്യരുത്. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ അപ്പുറത്തേക്ക് പോകേണ്ടവരാണ് നമ്മൾ. ഇതാണ് മനോഭാവം. ഇത് മാത്രമാണ് അവരുടെ കച്ചവടവും. എന്നിട്ട് കുറച്ച് മാധ്യമങ്ങളെ വിളിച്ച് നിലമ്പൂരിൽ ജനകീയ പ്രശ്നമെന്നുള്ള രീതിയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ വെറും അഭിനയം മാത്രമാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുക. അല്ലാതെ ഇങ്ങനെ പൊള്ളുന്നൊരു പ്രശ്നം തലസ്ഥാനത്തുണ്ടായിട്ട് റെയിൽവേ പാർക്കിംഗ് ഫീസ് കൊള്ള നടത്താൻ അധികൃതർ തീരുമാനിച്ചിട്ട് അതിനെതിരെ ശബ്ദമുയർത്താനോ അവിടെ നിന്ന് ലൈവ് ചെയ്യാനോ അവിടെ നിന്ന് പാർക്കിംഗ് ഏരിയ ഉപയോഗിക്കുന്നവരുടെ പ്രതികരണം എടുക്കാനോ നമ്മുടെ മാപ്രകൾക്ക് സമയമില്ലത്രേ. ഇതാണ് കേരളത്തിലെ ചില മാപ്രകളും ഒപ്പം അവരെ പിന്താങ്ങി നടക്കുന്ന രാഷ്ട്രീയക്കാരും ചേർന്ന് നടത്തുന്ന ജനകീയ പ്രവർത്തനങ്ങളെന്ന് തിരിച്ചറിയുക.